സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ MCQ ഡിസ്കഷനാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തിയറി ക്ലാസ്സുകളൊക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് തിയറി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ വെറുതെ MCQ ഒരു കാണാപ്പാടം പിടിച്ച് പോകേണ്ട ഒരു കാര്യമല്ല. നമ്മൾ കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലും അതുപോലെ ആപ്പിലൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ, തിയറി ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇതുപോലെ MCQ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ RRBയുടെയും അതുപോലെ SSCയുടെയും കേരള PCയുടെ കോഴ്സുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കോൺടാക്ട് നമ്പറും ആപ്പിൻ്റെ പേരും അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായി ഏകദേശം ഒരു 30 സംതിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം ക്വസ്റ്റ്യൻസ് മിക്കവാറും നമ്മൾ കോൺസെപ്റ്റുകൾ പറയേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പോയിട്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കാണാതെ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പ്ലേ ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിൽ നോക്കുക, ചെക്ക് ചെയ്താൽ നമുക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ഒരു 34th ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ ഈ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, അതുപോലെ 33 പറഞ്ഞു, 34th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി 35th ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. The manometer shown in the figure below connects two pipes carrying oil and water respectively. From the figure 1. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ കേട്ടോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫിഗർ ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ വെച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ്, ആ ഒരു ഫിഗറിൽ കാണുന്ന മാനോമീറ്ററിൽ ഒരു പൈപ്പിലൂടെ ഓയിലും പാസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു പൈപ്പിൽ വാട്ടറും ആണുള്ളത്. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മൾ മാനോമീറ്ററിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ മതി. ഇതൊരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയാൻ പറ്റും അല്ലേ. ഇവിടെ ഒരു പൈപ്പ്, ഇത് മറ്റൊരു പൈപ്പ്. അപ്പോൾ അവരുടെ പ്രഷർ ഡിഫറൻസ് അളക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കായിട്ട് നമ്മളൊരു U2 മാനോമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ മാനോമീറ്റർ ലിക്വിഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ മെർക്കുറി ആണല്ലേ, മെർക്കുറിയാണ് മാനോമീറ്റർ ലിക്വിഡ്. അതുപോലെ ക്വസ്റ്റ്യനിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, അവിടെ മെർക്കുറിൻ്റെ ലെവൽ നോക്കുക, രണ്ടും എന്താണ് സെയിം ലെവലിലാണ് നിൽക്കുന്നത്. ഇത്രയാണ് നമുക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൈപ്പിൽ വാട്ടറും ആണ്, അതുപോലെ മറ്റേ പൈപ്പിൽ ഓയിലാണുള്ളത്. ഓക്കെ, പൈപ്പിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുക. പൈപ്പിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള എന്താണ് ഒരേ ലെവൽ തന്നെയാണ്, സെയിം ലെവലിലാണ് നിൽക്കുന്നത്. രണ്ട് പൈപ്പും ഒരേ ലെവലിലാണ്, താഴെയുള്ള മെർക്കുറി ലെവലും ഒരേ ലെവലാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ, ഫ്രം ദ ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓപ്ഷനിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് പറയണം. ഓക്കെ, ഇപ്പോൾ ഓരോ ഓപ്ഷൻസും നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ പ്രഷേഴ്സ് ഇൻ ദ പൈപ്സ് ആർ ഈക്വൽ. ഇപ്പോൾ പല ആളുകൾക്കും ഇതിൻ്റെ ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏതാണ് അതിൽ റൈറ്റ് ആൻസർ എന്ന് പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നതാണ് ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ പ്രഷേഴ്സ് ഇൻ ദ പൈപ്സ് ആർ ഈക്വൽ അല്ലേ. ഇപ്പോൾ രണ്ട് പൈപ്പിനകത്തല്ലേ, നമ്മുടെ പൈപ്പ് രണ്ടും നോക്കിയാൽ മനസ്സിലാവും, രണ്ടും ഒരേ ലെവലിലാണ്. അതുപോലെ രണ്ട് പൈപ്പിനകത്തുള്ള മാനോമീറ്റർ ലിക്വിഡും എന്താണ് ഒരേ ലെവലിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഒരു ഓപ്ഷൻ പറയുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ക്യാൻ എന്താണ് പ്രഷേഴ്സ് ഇൻ ദ പൈപ്സ് ആർ ഈ രണ്ട് പൈപ്പിലെ പ്രഷർ എന്താണ് രണ്ടും. അപ്പോൾ ഇതിൻ്റെ പൈപ്പ്, ഇതിനകത്തുള്ള പൈപ്പിലെ പ്രഷർ P1 ഇതിലെ P2 ആണ്. എന്ത് ചെയ്യുന്നത്, രണ്ടും ഈക്വൽ ആണ് പറയുന്നത്. ഇത് P1 = P2 എന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കോൺസെപ്റ്റ് നോക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷൻസും വായിച്ച് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ പ്രഷർ ഇൻ ദ ഓയിൽ പൈപ്പ് ഈസ് ഹയർ അല്ലേ. അപ്പോൾ P1 ആണ് നമ്മുടെ ഓയിലെങ്കിലും P1 ആണ് ഇവിടെ കൂടുതൽ പറഞ്ഞത്. രണ്ടാമത്തെ ഓപ്ഷനിൽ P1 > P2 എന്ന് പറയാം. തേർഡ് ഓപ്ഷനിൽ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ പ്രഷർ ഇൻ ദ വാട്ടർ പൈപ്പ് ഈസ് ഹയർ. ഇതിൽ പറയുന്നത് വാട്ടറിലെ പൈപ്പിലെ പ്രഷറാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് P1 < P2 അല്ലെങ്കിൽ P2 > P1 എന്ന് പറയാൻ പറ്റും. ലാസ്റ്റ് ഓപ്ഷൻ പറയാം കനോട്ട് കമ്പയർ ദ പ്രഷേഴ്സ് ഇൻ ദ ടു പൈപ്സ് ഫോർ വാണ്ട് ഓഫ് സഫിഷ്യൻറ്റ് ഡാറ്റ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കത് കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ട്, സഫിഷ്യൻറ്റ് ഡാറ്റാസ് അവൈലബിൾ അല്ലാത്ത കാരണം നമുക്ക് എന്തെല്ലാം ഇത് കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പല ആളുകൾക്ക് ഇതിൻ്റെ ആൻസർ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും അതിൻ്റെ കോൺസെപ്റ്റ് വൈസ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി നോക്കാം. ഓക്കെ, ക്വസ്റ്റനിൽ കാണുന്ന പോലെ, ഫിഗറിൽ കാണുന്ന പോലെ രണ്ട് പൈപ്പിൻ്റെ ലെവൽ സെയിം ആണ്. ഒന്നിൽ വാട്ടറും ഒന്നിൽ ഓയിലും ആണ്. അതുപോലെ തന്നെ മാനോമീറ്റർ ലിക്വിഡ് നമ്മുടെ മെർക്കുറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ വെച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഇക്വേഷൻ പോലെ ഉണ്ടാക്കി വെക്കാം. അതായത് നമ്മൾ ഇതിൻ്റെ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളിതിൻ്റെ മാനോമീറ്ററിൻ്റെ പ്രോബ്ലംസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഇങ്ങനെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ സ്റ്റേബിളായി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിൽക്കുന്ന എപ്പോഴാണ്, രണ്ടും ഇക്വിലിബ്രിയം കണ്ടീഷനായി നിൽക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് പ്രഷറിൻ്റെ ഈ ഒരു
ലെഫ്റ്റ് സൈഡിനകത്തുള്ള പ്രഷറും റൈറ്റ് സൈഡിനകത്തുള്ള പ്രഷറും അല്ലേ, പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബും പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബും ഈക്വൽ ആവണമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു മാനോമീറ്റർ ലിക്വിഡ് ഇങ്ങനെ ഏത് പോയിന്റാണോ അതിൽ ആ പോയിന്റിൽ വെച്ച് സ്റ്റേബിളായി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് ലിംബ് എന്ന് പറയുമ്പോൾ ഓൾറെഡി തിയറി ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് സെൻറ്റർ ആണെങ്കിൽ ആ സെൻറ്ററിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് ലെഫ്റ്റ് ലിംബ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, ലെഫ്റ്റ് ലിംബാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്താണ്, അത് റൈറ്റ് ലിംബാണ്. അപ്പോൾ റൈറ്റ് ലിംബിലെയും ലെഫ്റ്റ് ലിംബിലെയും പ്രഷേഴ്സ്, റൈറ്റ് ലിംബിലെ പ്രഷറും ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ചെയ്യുമ്പോൾ വെറും ഈ പൈപ്പിനകത്തുള്ള പ്രഷർ മാത്രമല്ല, ഇത്രയും ഓയിലിനെ കൊണ്ട് ഈ ഹെഡിലുണ്ടാവുന്ന ഇത്രയും ഹെഡ് കൊണ്ടാവുന്ന പ്രഷർ, അതുപോലെ പൈപ്പിനകത്തുള്ള പ്രഷർ, ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ് ലെഫ്റ്റ് ലിംബിലെ പ്രഷർ. അതേപോലെ തന്നെ ഈ വാട്ടർ ഇത്രയും ഹെഡ് കൊണ്ടുണ്ടാക്കുന്ന പ്രഷറും അതുപോലെ തന്നെ പൈപ്പിനകത്തുള്ള വാട്ടർ പ്രഷറും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ റൈറ്റ് ലിംബിലെ പ്രഷർ. അപ്പോൾ രണ്ടിൻ്റെ സമ്മ് ഈക്വൽ ആകുമ്പോഴാണ് നമ്മുടെ ആ ഒരു മാനോമീറ്റർ ലിക്വിഡ് എന്തായിരുന്നത് അവിടെ സ്റ്റേബിളായി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കഴിഞ്ഞാൽ ഓയിലിൻ്റെയും വാട്ടറിൻ്റെ കേസ് നോക്കാം. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ പറയുകയാണെങ്കിൽ പ്രഷർ ഇൻ ദ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ ഇൻ ദ ഷോർട്ടാക്കി എഴുതാം. പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് ഈക്വൽ ടു നമുക്ക് പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഏതൊക്കെയാണ്, അതായത് പൈപ്പിനകത്തുള്ള പ്രഷർ നമുക്ക് എന്ത് ജസ്റ്റ് P1 എന്ന് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മാനോമീറ്ററിൻ്റെ ലെഫ്റ്റ് ലിംബിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഓയിലാണല്ലേ, ഓയിൽ ഇത്രയും ഹെഡ് വരെ താഴെ ഉണ്ട് അല്ലേ. അതിന് ശേഷം വരുന്നത് പിന്നെ എന്താണ്, താഴോട്ട് പിന്നെ വരുന്നത് നമ്മുടെ മെർക്കുറിയാണ് വരുന്നത് അല്ലേ, മെർക്കുറിയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ റൈറ്റ് ലിംബിൽ എന്താണ്, നമുക്ക് സെയിം ഹെഡ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ഹെഡിൽ അവിടെ നമ്മുടെ വാട്ടർ ഉണ്ട് അല്ലേ, പൈപ്പിനകത്ത് വാട്ടറും ഇത്രയും ഹെഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാട്ടർ ഉണ്ടാകുന്നത്. അപ്പം ലെഫ്റ്റ് ലിംബിലെ പ്രഷർ പറഞ്ഞാൽ ഒന്ന് ഈ പൈപ്പിനകത്തുള്ള പ്രഷറാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രഷർ പറഞ്ഞാൽ നമുക്ക് ഈ പൈപ്പിൻ്റെ സെൻറ്റർ തൊട്ട് ഈ താഴെയുള്ള ആ ഒരു ഓയിൽ എത്രത്തോളം ഹൈറ്റിലുണ്ടോ എത്രത്തോളം ഹെഡിലുണ്ടോ അത്രയും ഹെഡ് കൊണ്ടാകുന്ന പ്രഷറുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാകുമ്പോൾ ഈ പൈപ്പിനകത്തുള്ള വാട്ടറിൻ്റെ പ്രഷർ P2 ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വാട്ടർ ഇത്രയും ഹെഡ് കൊണ്ട് വാട്ടർ ഉണ്ടാക്കുന്ന പ്രഷറും ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കോൺസെപ്റ്റുകൾ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രഷർ P1 പ്ലസ് എന്ത് എഴുതാം, നമുക്ക് P ഓയിലാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഉണ്ട് റോ GH അല്ലേ, P എന്ന് പറഞ്ഞാൽ കാണാൻ ഇക്വേഷൻ നമുക്കറിയാം റോ GH. അപ്പോൾ ആ ഒരു ഓയിൽ ഞാൻ പറഞ്ഞ പോലെ അത്രയും ആ യൂട്യൂബ് മാനോമീറ്ററിനകത്ത് കോളത്തിൽ ഉണ്ടാക്കുന്ന ഹെഡ് കണ്ടാവുന്ന പ്രഷർ നമുക്ക് P ഓയിൽ എന്ന് പറയാൻ പറ്റും അല്ലേ. P ഓയിൽ എന്ന് പറഞ്ഞാൽ റോ ഓയിൽ ഇൻറ്റു G ഇൻറ്റു H എന്ന് പറയാൻ പറ്റും. ഓക്കെ, റോ GH എന്നുള്ള ഇക്വേഷൻ നമ്മൾ റോ എന്തായാലും ഓയിലിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും, നമ്മൾ റോ ഓഫ് ഓയിൽ ഇൻറ്റു G ഇൻറ്റു H എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് പ്രൊക്കേഷനിൽ കൊടുക്കാം, റോ ഓയിൽ ഇൻറ്റു G ഇൻറ്റു H. ഇത്രയാണ് നമ്മുടെ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈക്വൽ ടു പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബാണ്. അപ്പോൾ നമുക്കറിയാം പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബാകുമ്പോൾ ആ റൈറ്റ് സൈഡിലുള്ള വാട്ടറിലെ പൈപ്പിൻ്റെ പ്രഷർ P2 എന്നാണ് കൊടുക്കാം, ആണെങ്കിൽ പേര് കൊടുക്കാം P2 പ്ലസ് അതേപോലെ എന്ത് ചെയ്യാം, വാട്ടറിൻ്റെ ഹെഡിൽ അത് സെയിം H ഹെഡ് കാരണം ഉണ്ടാകുന്ന വാട്ടറിൻ്റെ പ്രഷർ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് റോ വാട്ടറിന് റോ W കൊടുക്കാം, റോ W ഇൻറ്റു GH എന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടി ഇക്വേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ വാട്ടറിൻ്റെയോ അല്ലെങ്കിൽ ഓയിലിൻ്റെയോ ഒന്നും ഡെൻസിറ്റി ഒന്നും നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ Hൻ്റെ വാല്യൂ നമുക്കൊന്നുമില്ല, G നമുക്ക് വേണമെങ്കിൽ 9.8 വേണമെങ്കിൽ കൺസ്യൂം ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ ആവശ്യമില്ലെന്ന് നോക്കാം. ഈ P2 നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, നമ്മുടെ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, 1000 kg/m3 ആണ്. ഓക്കെ, വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 kg/m3 ആണ്. അതുപോലെ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവായിരിക്കും നമ്മുടെ ഓയിലിന്. ഓക്കെ, അതായത് 1000-നേക്കാളും കുറഞ്ഞ ഡെൻസിറ്റി ആയിരിക്കും നമ്മുടെ ഓയിലുണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, നമ്മൾ ഓൾറെഡി തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഓയിൽ എന്തായിരിക്കും എപ്പോഴും വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇക്വേഷനെ ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് P1 ഇവിടെയുള്ള P1 ഉണ്ട്, നമ്മൾ P2 അപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ P2 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ P1 മൈനസ് P2 അല്ലേ, P1 മൈനസ് P2 ഈക്വൽ എന്ത് വരും, റൈറ്റ് സൈഡിൽ ആയിരിക്കേണ്ടോ അതിന് ബാക്കി ഇവിടെ ഉണ്ടാകുന്ന റോ WGH ഉണ്ട് അല്ലേ, റോ WGH ഉണ്ട്. ഇവരെന്ത് ചെയ്യും, നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം എന്താ വരിക, മൈനസ് എന്ത് വരും, നമ്മുടെ റോ ഓഫ് ഓയിൽ GH വരും. ഓക്കെ, അതായത് നമുക്ക് ഫൈനലിൽ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P1 മൈനസ് P2 ഈക്വൽ ടു റോ WGH മൈനസ് റോ 0GH ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കുക, അതായത് നമ്മുടെ
വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ ജി നമുക്കറിയാം, ഈ ജിയും സെയിം ആണ് അല്ലെ, ഈ ജിയും സെയിം ആണ്. അതുപോലെ ഈ എച്ചും സെയിം ആണ് അല്ലേ. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ടും കോമൺ ആയിട്ട് വരുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ഇവരെ ക്യാൻസൽ ചെയ്യാവുന്നതാണല്ലോ. ഈ ജി എച്ചും ക്യാൻസൽ ചെയ്യാൻ രണ്ടും കോമൺ ആണ്. ബാക്കി ആരൊക്കെയുള്ളത് ഇവിടെ ഉണ്ടാവുന്ന ഈ റോ ഓഫ് വാട്ടറും റോ ഓഫ് ഓയിലാണ് ബാക്കിയുള്ളത്. നമ്മൾ പറഞ്ഞു വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ആണ്, അതിനേക്കാൾ കുറവായിരിക്കും നമ്മുടെ ഓയിലിൻ്റെ ഡെൻസിറ്റി. അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് 1000 ആണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വാല്യൂ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 900 വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 999 വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും 1000 മൈനസ് 99 കുറച്ച് നമുക്ക് എന്താ കിട്ടുന്നതായിരിക്കുക, നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വാല്യൂ ആണ് കിട്ടുക അല്ലേ. ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി വിചാരിക്കുന്നു. ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ റോ ഡബ്ല്യു മൈനസ് റോ ഓ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക, ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുക. അതായത് P1 നിന്ന് P2 കുറച്ചിന് എന്ത് കിട്ടുന്നു, ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുന്നു. P1 നിന്ന് P2 കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം, എന്തായിരിക്കണം നമ്മുടെ P1 ഉം P2 അല്ലേ. P1 നിന്ന് P2 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും, P1 വലിയ വാല്യൂ ആയിരിക്കും അല്ലേ. P1 ആയിരിക്കും എന്ത് ചെയ്യുക, P2നേക്കാളും കൂടുതലുണ്ടായിരിക്കുക അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, P1 100 ആണെങ്കിൽ P2 99 അല്ലെങ്കിൽ 90 ആയാലും എന്ത് ചെയ്യുള്ളൂ, അത് മൈനസ് ചെയ്താൽ നമുക്കിവിടെ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ അല്ലേ. എന്നാൽ P1 100 ആണ്, P2 101 ആയാലും എന്ത് വരും, 100 മൈനസ് 100 നമുക്ക് ഇവിടെ വരുന്ന ഒരു മൈനസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു, കോൺസെപ്റ്റ് മനസ്സിലായിരിക്കുന്നു. P1 എന്തായിരിക്കും ഈ ഒരു കേസിൽ, P1 ആയിരിക്കും ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ P1 ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, P1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷറാണ്, നമ്മുടെ ലെഫ്റ്റ് ലിമ്പിനകത്തുള്ള പൈപ്പിലെ പ്രഷറാണ് അല്ലേ. അതായത് പൈപ്പും ഓയിലിൻ്റെ പ്രഷറാണ് P1. ഓക്കെ, ഇപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. P1 എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ പ്രഷറാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇവിടുത്തെ പ്രഷറാണ് P1. നമ്മൾ പറഞ്ഞു P1 ഈസ് ഗ്രേറ്റർ ദാൻ P2. എന്തുകൊണ്ട്, നമുക്ക് കിട്ടുന്നത് P1 മൈനസ് P2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ. പോസിറ്റീവ് വാല്യൂ എപ്പോഴേ കിട്ടുള്ളൂ, P1 P2നേക്കാളും വലിയ വാല്യൂ പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം പ്രഷർ പൈപ്പിനകത്തുള്ള ഈ P1 പ്രഷർ എന്താണ്, ഇതാണ് കൂടുതൽ അല്ലെ. ഇവിടെ തന്നെ അപേക്ഷിച്ച് എന്താണ്, ഇതാണ് കൂടുതൽ. അപ്പോൾ ഇനി ആൻസർ ചെയ്യാൻ പറ്റില്ലേ, നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ പ്രഷേഴ്സ് ഇൻ ദ പൈപ്സ് ആർ ഈക്വൽ. ആണോ, അല്ലല്ലോ. നമ്മൾ പറഞ്ഞു P1 ആണ് ഗ്രേറ്റർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയത് P1 ഈസ് ഗ്രേറ്റർ ദാൻ P2 ആണ്. അപ്പോൾ ഈ ഒരു കാര്യം എവിടെയാണ് ഓക്കെ വരുന്നത്, അതാണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ഇത് തെറ്റാണ്. രണ്ടാമത്തെ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ പ്രഷർ ഇൻ ദ ഓയിൽ പൈപ്പ് ഈസ് ഹയർ അല്ലേ, അതാണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. എന്താണ്, ഓയിലിൻ്റെ പൈപ്പിലാണ് എന്താണ് പ്രഷർ കൂടുതലുണ്ടായിരിക്കുക അല്ലേ. ഓയിലിൻ്റെ പ്രഷറാണ് കൂടുതലായിരിക്കുക, കാരണം P1 ഈസ് ഗ്രേറ്റർ ദാൻ P2 നമുക്ക് ഓൾറെഡി അരിക്കേഷൻ മെഡിസിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് ഫസ്റ്റിന് ചിലപ്പം ഈ ഒരു ഫിഗർ കാണുമ്പോൾ എന്ത് വിചാരിക്കും, മെർക്കുറി ലെവൽ രണ്ടും സെയിമായി നിൽക്കുന്നുണ്ട്, അതുപോലെ ഈ ഒരു രണ്ട് പൈപ്പും ഒരേ ലെവലിലാണ്. നമ്മൾ എന്ത് വിചാരിക്കും അല്ലേ, P1 ഈക്വൽ ടു P2 എന്നുള്ള രീതി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആൻസറാണ് വിചാരിക്കുക. രണ്ട് പ്രഷറും ഈക്വൽ ആണെന്ന് വിചാരിക്കും. ഇങ്ങനത്തെ കേസ് എപ്പോഴാണ് ഇങ്ങനെ ഈക്വലായി വരിക, അതായത് ഇതും ഓയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈക്വൽ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇത് വാട്ടറാണ് അല്ലേ, ഈ പൈപ്പിനകത്തും വാട്ടറാണ്, ഇതിനകത്തും വാട്ടറാണ്, നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഫ്ലൂയിഡാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫിഗർ ഇങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും പ്രഷറും ഈക്വലാണെന്ന് പറയാൻ പറ്റും. എന്നാൽ ഈ കേസിൽ എന്താണ്, രണ്ട് വ്യത്യസ്ത ഫ്ലൂയിഡുള്ളത്, ഒന്നിൽ വാട്ടറുമാണ്, ഒന്നിൽ ഓയിലാണ്. ഓർത്ത് വെക്കേണ്ട കാര്യം, റോ ഓഫ് ഓയിൽ ഈസ് ഓൾവേസ് ലെസ് ദാൻ റോ ഓഫ് വാട്ടറാണ്. ഓക്കെ, ആ കോൺസെപ്റ്റിൽ നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു എളുപ്പമുള്ള പ്രോബ്ലം അല്ല, ഒരു ക്വസ്റ്റ്യനാണ്. തെറ്റ് പറ്റാൻ ചാൻസും കൂടുതലാണ്. കാരണം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, പറയുക എന്താണ്, ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ പ്രഷർ ഇൻ ദ പൈപ്സ് ആർ ഈക്വൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഫിഗർ കാണുമ്പോൾ നമുക്ക് തോന്നും പ്രഷർ ഈക്വൽ ആണെന്ന് തോന്നും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയില്ല എന്തായിരിക്കും, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മേലെ തന്നെ വീണ് പോകും, നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇതുപോലെ തെറ്റിക്കാൻ പാടില്ല, നഷ്ടമായി പോകും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26th ക്വസ്റ്റ്യൻ. When can a piezometer be not used for pressure measurement in pipes? ഓക്കെ, എപ്പോഴാണ് പീസോമീറ്റർ നമ്മൾ പൈപ്പിനകത്ത് പ്രഷർ മെഷർമെൻറ്റ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാത്തതാണല്ലേ, കനോട്ട് ബി യൂസ്ഡ് ഫോർ അല്ലേ. വെൻ ക്യാൻ എ പീസോമീറ്റർ ബി നോട്ട് യൂസ്ഡ് ഫോർ, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ പീസോമീറ്റർ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ദ പ്രഷർ ഡിഫറൻസ് ഈസ് ലോ. അത് നമുക്ക് ശരിയായിട്ട് ഓപ്ഷൻ ആയിട്ട് പറയാൻ കഴിയില്ല, കാരണം പ്രഷർ ഡിഫറൻസ് ലോ ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പീസോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അളക്കാവുന്നതാണ്, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പിന്നെ വെലോസിറ്റി ഒന്നും അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വെലോസിറ്റി സൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ദ ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ് ഈസ് എ ഗ്യാസ് അല്ലേ. ഇപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും, എന്താണ് നമ്മൾ പഠിച്ചാണ്
നമ്മൾ പീസോമീറ്റർ ആകുമ്പോൾ എന്താണ് നമ്മുടെ പീസോമീറ്ററിലേക്ക് ആ ഒരു ലിക്വിഡ് അല്ലേ, നമ്മൾ ആ ലിക്വിഡ് ഇങ്ങനെ റൈസ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ പീസോമീറ്റർ മേലുള്ള സ്കെയിൽ നോക്കി നമുക്ക് ആ ഹൈറ്റ് അല്ലെങ്കിൽ ഹെഡ് എത്ര നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് റോ GH ലൊക്കേഷനിലേക്ക് കൊടുത്ത് നമുക്ക് പ്രഷർ കാണാൻ പറ്റുള്ളൂ. അപ്പം അതിനകത്തുള്ളൊരു ഗ്യാസ് ആകുമ്പോൾ എന്തായിരിക്കും, ഗ്യാസ് മേലോട്ട് ഇപ്പം ഫ്ലോ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് അഥവാ ഫ്ലോ ചെയ്ത് പോകുന്നില്ല വിചാരിക്കുക, എന്തായിരിക്കും ഇവിടെ നമുക്ക് ഈ മാനോമീറ്ററിനകത്ത് നമ്മുടെ പീസോമീറ്ററിനകത്ത് എന്ത് ചെയ്യില്ല, നമുക്ക് ഗ്യാസ് വിസിബിൾ ആവില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു കേസിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പീസോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കാം. ഓക്കെ, പൈപ്പിനകത്തുള്ളത് ഒരു ഗ്യാസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് പീസോമീറ്റർ യൂസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് എയറിൻ്റെ പ്രഷറിൻ്റെ വെച്ചുള്ളൊരു പ്രോബ്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എയറിൻ്റെ പ്രഷർ ആകുമ്പോൾ എന്താ, നമ്മൾ പറഞ്ഞ പോലെ ഒരു കണ്ടെയ്നറിൽ എയർ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നത്, അത് അവിടെ U2 മാനോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. സോ എന്താണ്, ആ U2 മാനോമീറ്ററിനകത്ത് എന്തുണ്ട്, അതിന് താഴെ മാനോമീറ്റർ ലിക്വിഡായിട്ടുള്ള നമ്മുടെ മെർക്കുറി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ഇതിനകത്തുള്ള എയർ ഗ്യാസാണ് നമുക്കറിയാം. എന്തായിരിക്കും, അത് ഇവിടുന്ന് പുഷ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് എവിടേക്ക് ലീക്കായിട്ടൊന്നും പോകില്ല. അത് പുഷ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇതിനെ തള്ളുമ്പോൾ എന്തായിരിക്കും, ഇത് മേലോട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലെവൽ ഡിഫറൻസ് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രഷർ കാണാൻ പറ്റും അല്ലേ. അപ്പം നമ്മുടെ ഒരു പീസോമീറ്റർ ആകുമ്പോൾ എന്താണ്, ഇപ്പോൾ പീസോമീറ്റർ ഇതിപ്പോൾ ടാങ്ക് ആണെങ്കിൽ പീസോമീറ്റർ എന്തായിരിക്കും, നമ്മൾ ടാങ്കിൻ്റെ ഇവിടെ ഫിറ്റ് ചെയ്യും അല്ലേ. എന്തായിരിക്കും നമുക്ക് കിട്ടുക, നമ്മൾ ടാങ്കിനകത്തുള്ള എയർ ആകുമ്പോൾ എന്തായിരിക്കും, എയർ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ടാങ്കിനകത്തുള്ള പ്രഷർ കൂടുമ്പോൾ എന്തായിരിക്കും, എയർ നേരെ മേലോട്ട് പോകും അല്ലേ. അല്ലെങ്കിൽ എന്തായിരിക്കും, നമുക്കിവിടെ പീസോമീറ്ററിനകത്ത് എന്ത് ചെയ്യില്ല, നമുക്ക് എയറിൻ്റെ ഹെഡ് നമുക്ക് വിസിബിൾ ആവില്ല. സോ എന്തായിരിക്കും, നമുക്ക് ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുക, നമുക്ക് പ്രഷർ അളക്കാൻ പറ്റാതിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ C ആണ്. അങ്ങനെ ഓപ്ഷൻ D നോക്കുക, എന്താണ്, ദ ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ് ഈസ് ഹൈലി വിസ്കസ് അല്ലേ. ഹൈലി വിസ്കസ് ആയത് കാരണം നമുക്ക് എന്താണ്, പീസോമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്, ഹൈലി വിസ്കസ് ആയാലും നമുക്ക് അളക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പം ഈ 3 ഓപ്ഷനും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് കനോട്ട് ബി യൂസ്ഡ് ചോദിച്ചാൽ എന്താണ്, നമ്മുടെ റൈറ്റ് ആൻസർ നമ്മുടെ ഓപ്ഷൻ C ആണ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 37th ക്വസ്റ്റ്യൻ. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യത്തിനാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അല്ല, നമുക്കറിയുന്നതാണ് ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ d(θ/dt). ഇത് നമ്മൾ പഠിച്ചാണ്. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലേ. നമ്മളതിൻ്റെ തിയറി ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ D ആണ് വരിക. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ A നോക്കിയാൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആൻഡ് ടെമ്പറേച്ചർ എന്ന ടെമ്പറേച്ചറൊന്നും അവിടെ വരുന്നില്ല നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ. പ്രഷർ, വെലോസിറ്റി, ടെമ്പറേച്ചർ അതും തെറ്റാണ്. പിന്നെ ഷിയർ സ്ട്രെസ് ആൻഡ് വെലോസിറ്റി അല്ല, വെറും വെലോസിറ്റി അല്ല, എന്താണ് നമ്മൾ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയാം അല്ലേ. d(θ/dt) ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഓപ്ഷൻ Aയും Bയും Cയും തെറ്റാണ്. നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, ഓപ്ഷൻ D ആണ്. ഓക്കെ, അപ്പം നോട്ട് ചെയ്ത് വെക്കുക, ഓപ്ഷൻ D. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. നമ്മളതിൻ്റെ തിയറി ക്ലാസ്സിൽ കൃത്യമായി അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 38. ഫോർ വാട്ടർ റൈസിങ് ഇൻ എ കാപ്പിലറി ട്യൂബ് മെയ്ഡ് ഓഫ് പ്യുവർ ഗ്ലാസ്, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്? ഓക്കെ, അപ്പോൾ ഒരു പ്യുവർ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പ്യുവർ ഗ്ലാസ്സിനകത്ത് എന്ത് ചെയ്യുന്നു, വാട്ടർ റൈസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, വാട്ടർ റൈസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, പ്യുവർ ഗ്ലാസിൻ്റെ കേസിൽ അതുപോലെ തന്നെ ഐഡിയൽ ഫ്ലൂയിഡും ആകുമ്പോൾ എന്തായിരിക്കും, പ്യുവർ ഗ്ലാസും ഐഡിയൽ ഫ്ലൂയിഡ് ആകുമ്പോൾ നമ്മുടെ ആ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 0 ഡിഗ്രി ആയിരിക്കും ഐഡിയൽ ഫ്ലൂയിഡ് ആകുമ്പോഴും അതുപോലെ തന്നെ പ്യുവർ ഗ്ലാസ് ആവുന്ന കാര്യം ഓർത്ത് വെക്കുക. നമ്മളത് തിയറി ക്ലാസ്സിൽ വ്യക്തമായിട്ടത് തിയറി പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്യുവർ ഗ്ലാസ് ആവുന്ന സമയത്തും അതുപോലെ തന്നെ ഐഡിയൽ ഫ്ലൂയിഡ് ആകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആ ഒരു കാപ്പിലറി ട്യൂബിനകത്തുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നമ്മളതിൽ അധികം പറയാനൊന്നുമില്ല, 0 ഡിഗ്രി ആയിരിക്കും ആ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരാം. ഓക്കെ, നമുക്കിനി 39th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ റിയൽ ഫ്ലൂയിഡ്? ശ്രദ്ധിക്കണം, റിയൽ ഫ്ലൂയിഡ് ആണ്. റിയൽ ഫ്ലൂയിഡിന് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം. ഈസ് ഇൻകംപ്രസിബിൾ അല്ലേ. ഇൻകംപ്രസിബിൾ ശരിക്കും ഏതിൻ്റെയാണ്, നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡാണ് ഇൻകംപ്രസിബിൾ എന്ന് പറയാം അല്ലേ. അതായത് ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ വോളിയം ചേഞ്ച് ആക്കാൻ കഴിയില്ലതാണ് നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഐഡിയൽ ഫ്ലൂയിഡാണ് നമ്മൾ ഇൻകംപ്രസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ നമുക്ക് ഓപ്ഷൻ 1 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസലാക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് A, B, C, D പറയുമ്പോൾ ഓൺലി 1 ഉണ്ട്, ബോത്ത് 2 and 3 ഉണ്ട്, ഓൺലി 3 ഉണ്ട്, ബോത്ത് 1 and 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോഴാണ് ഈസ് ഇൻകംപ്രസിബിൾ പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസറിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓപ്ഷൻസ് 1ൽ ഓൺലി 1 പറയുന്നത്. അപ്പോൾ ഓൺലി 1 തെറ്റാണ്. അതുപോലെ 1 വരുന്ന ബാക്കിയുള്ള ഓപ്ഷൻ തെറ്റായിരിക്കില്ല. ബോത്ത് 1 and 2 എന്ന് പറയുമ്പോൾ എന്താണ്, 1 വന്നാൽ 1 ശരിയല്ല, അപ്പോൾ എന്താണ് ഈ ഓപ്ഷൻ തെറ്റാന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ
ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കൺഫ്യൂഷൻ വരുമ്പോൾ ഇതുപോലെ സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ എയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുപോലെ പറഞ്ഞു ഹാസ് സർഫസ് ടെൻഷൻ. ഓക്കെ, നമുക്കറിയുന്നതാണ് റിയൽ ഫ്ലൂയിഡിന് എന്തുണ്ടായിരിക്കും സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹാസ് സർഫസ് ടെൻഷൻ അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി നോക്കുക. ഓപ്ഷൻ സിയിൽ ഓൺലി 3 ആണ് പറഞ്ഞത് അല്ലേ. ഓൺലി 3 ആകുമ്പോൾ എന്തായിരിക്കും ഓൺലി 3 എന്ന് പറയാൻ കഴിയില്ല, കാരണം എന്താണ് 2 ശരിയാണ്. അപ്പോൾ എന്താ കഴിയില്ല നമുക്ക് ഓൺലി 3 എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഓപ്ഷൻ സി അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ഓപ്ഷൻ നോക്കാം ഈസ് വിസ്കസ് അല്ലേ. വിസ്കസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ റിയൽ ഫ്ലൂയിഡ് എന്തായിരിക്കും അതിന് വിസ്കോസിറ്റി ഉണ്ടായിരിക്കും അല്ലേ. വിസ്കോസിറ്റി 0 ആയിരിക്കില്ല. വിസ്കോസിറ്റി 0 ആർക്കാണ് ആവുക വിസ്കോസിറ്റി 0 ആവുന്നത് നമ്മുടെ ഐഡിയൽ ഫ്ലൂയിഡിനാണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ 3യും ശരിയാണ് അല്ലേ. അപ്പോൾ 2ഉം 3ഉം ശരിയാണ് അല്ലേ. 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ കാണുന്ന പോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ ബോത്ത് 2 and 3 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിനി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വിസ്കസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ശരിക്കും അറിയില്ല എന്ന് വിചാരിക്കാം. വിസ്കസ് എന്ന് പറയുന്നത് റിയൽ ഫ്ലൂയിഡ് വിസ്കസ് ആണോ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം അത് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. കാരണം എന്താണ് നമ്മുടെ ഓപ്ഷൻ എ പറയുന്നത് എന്താണ് ഓപ്ഷൻ എ പറയുന്നത് ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും തെറ്റാണ്. അപ്പോൾ അത് തെറ്റാകുമ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ക്യാൻസലാക്കാൻ പറ്റും, ഈ ഓപ്ഷൻ ഡിയും ക്യാൻസലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് സർഫസ് ടെൻഷൻ ഉണ്ടെന്ന് അറിയാൻ വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 2 ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. 2 നമുക്ക് ബിയിൽ മാത്രമേ വരുന്നുള്ളൂ, 3 വരുന്നില്ല അല്ല. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്കറിയാം സർഫസ് ടെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് 2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ബി എന്നുള്ള ഓപ്ഷൻ ശരിയാണെന്ന് ഉറപ്പ് പറയാൻ പറ്റും. 3 നമുക്ക് എന്ത് ചെയ്യാം സി എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം നമുക്ക് ഇത് ക്യാൻസലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് ബോത്ത് 2 and 3 ആണ് കേട്ടോ. നോട്ട് ചെയ്ത് നോക്കുക ബോത്ത് 2 and 3 ആണ്. നമ്മളൊക്കെ നമ്മുടെ തിയറി ക്ലാസ്സിൽ കോൺസെപ്റ്റ് വൈസ് പഠിച്ചത് പോയതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വലിയ കൺഫ്യൂഷൻ വരാറില്ല. റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കംപ്രസിബിൾ ആയിരിക്കും, അതുപോലെ സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കും, വിസ്കസും ആയിരിക്കും. ഓക്കെ, നമുക്കിനി വരുന്നത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം ക്ലാസ്സോടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.